Good morning, beautiful people. Welcome back to yet another surprise vlog. So, ഞങ്ങൾ അടുത്ത ഏറെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു സ്റ്റോപ്പ് എടുത്ത് നല്ലൊരു നെയ് റോസ്റ്റും ഒരു അടിപൊളി ഫിൽറ്റർ കോഫിയും കുടിച്ചിട്ടാണ് പോകാൻ പോകുന്നത്. സോ വി ഹാവ് ഓൾ ദി എനർജി നീഡഡ് ഫോർ ദ സർപ്രൈസ്. സോ ഇപ്രാവശ്യത്തെ സർപ്രൈസ് കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ലോഗിൽ പറഞ്ഞ മാതിരി ഇറ്റ്സ് ഗോണ ബി ആർ ചക്കര അമ്മൂമ്മ. സോ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഗൈസ് ഇത് കാണുന്നത്. സോ ഒരു അടിപൊളി ഫിൽറ്റർ കോഫി ആയിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഇഫ് യു ആർ ഫ്രം ഏറ്റുമാനൂർ DJ സൂപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഡി ജെ ആണെന്ന് തോന്നുന്നു, സൂപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു കടയാണിത്. സോ ദാറ്റ് വി ഗോ, ഞങ്ങൾ റീച്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഗൈസ് അമ്മൂമ്മയും കൂടെ പറ്റിക്കാൻ പോവുകയാണ്. എന്നെ കാണുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ ഇവിടെ ലൈറ്റ് ഇടാനൊരു മാർഗമില്ല, അല്ലെങ്കിൽ അമ്മ കാണും. സോ ലെറ്റ്സ് ഗോ ആൻഡ് സർപ്രൈസ് അമ്മ. ഇവിടം വരെയുള്ള സർപ്രൈസുകൾ വിജയിച്ചിരിക്കുന്നതാണ്. അമ്മൂമ്മേൻ്റെ കാര്യം എങ്ങനെയാവുമെന്ന് കണ്ടറിയാം. ഇവിടെ ചുറ്റും ഇരുട്ടാണ്, ഒരു ഇച്ചിരി പേടിയില്ല, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ പിടിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ചേച്ചി ആദ്യം പോയി സർപ്രൈസ് ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ ടേൺ ആണ്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദ ഗ്രീൻ ലൈറ്റ് ഫ്രം തെരപ്പൻ. ദേ കിട്ടി. ആൻഡ് ഫൈനലി there you go. എനിക്കൊരു ചായ തരും അമ്മൂമ്മ. അയ്യോ, എനിക്ക് പറയാതെ വന്ന ഞാൻ എന്തോ ചെയ്യും. എന്റെ പൊന്ന് ഇതുണ്ടോ? അങ്ങനെ സക്സസ്. സോ ദാറ്റ് വാസ് ഇറ്റ്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. എങ്ങോട്ടേക്കാന്ന് ഇപ്പോൾ പറയും. ജയ്പൂർ വേറൊരു ദിവസം. അമ്മൂമ്മ ഹായ് പറയും. ഹായ്. വേറെ രണ്ടാൾക്കാർ അങ്ങനെ ഒരു 1.5-2 മണിക്കൂറിലെ കോപ്രായങ്ങളൊക്കെ കഴിഞ്ഞ് ഫൈനലി ഞങ്ങൾ ജഡായു എർത്ത് സെൻറ്ററിലെത്തി. ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടി യു ക്യാൻ ഈദർ വാക്ക് ഓർ യു ക്യാൻ ടേക്ക് എ കേബിൾ കാർ. അമ്മൂമ്മയ്ക്ക് ഉണ്ടായ സ്ഥിതിക്ക് ഞങ്ങൾ കേബിൾ കാറാണ് എടുത്തത്. സത്യം പറഞ്ഞ അമ്മൂമ്മ കാരണം മാത്രമല്ല, ഞങ്ങൾക്കും നടക്കാഴ്ചന് വേണ്ടിയിട്ടാണ്. നല്ല ക്ലിപ്പ്. കയറി കഴിഞ്ഞ് ആദ്യം നോട്ടീസ് ചെയ്ത തിങ് വാസ് ദാറ്റ് ഇറ്റ് വാസ് വെരി വെൽ മെയിൻറ്റെയിൻഡ്. മൊത്തത്തിലൊരു എയർപോർട്ട് ലുക്കൊക്കെ തോന്നി. ബ്യൂട്ടിഫുൾ. അങ്ങനെ ഞങ്ങൾ കയറാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഗൈസ് ഒഴിവാക്കണം. Waiting for a turn. Cable car. For the cable car. Excited ആണോ? ഇവിടെ തന്നെ AC കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നല്ലോണം കാറ്റടിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഇവിടെ തന്നെ ഞങ്ങൾ പോകുന്നതായിരിക്കും. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. കുഴപ്പമില്ല. അതിനെപ്പറ്റി ആക്ച്വലി ഒരു വ്ളോഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഹൗ ഇറ്റ് വർക്ക്സ്. ഇവിടെ അഡ്വെഞ്ചർ സംഭവങ്ങളുണ്ട്. ലൈക്ക് കേബിൾ കാറിന് പകരം ലിഫ്റ്റ് പോകുന്നത്. ഇവിടെ DJ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. കാണിച്ചു തരാം. കണ്ടോ? ന്യൂ ഇയറിനൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ പരിപാടി ഉണ്ടാവും. അതിൻ്റെ ഒരു ടെർമിനലൊക്കെ ഉണ്ട്. സെറ്റപ്പ് കയറി.
കഥ എന്താണെന്ന് വെച്ചാൽ ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ ശ്രീരാമചന്ദ്രന്റെ ധർമ്മപത്നി സീതയെ ലങ്കാധിപനായ രാവണൻ അപഹരിച്ച് പുഷ്പക വിമാനത്തിൽ ആകാശമാർഗം ലങ്കയിലേക്ക് പറഞ്ഞു. സീത തന്നെ രക്ഷിക്കാനായി രാമലക്ഷ്മണന്മാരെ വിളിച്ചു കരഞ്ഞു. ആ രോദനം കേട്ട് ആപത്ത് മനസ്സിലാക്കിയ ജടായു രാവണനെ ആകാശത്ത് വെച്ച് തടഞ്ഞു. തന്റെ കൊക്കും നഖവും കൊണ്ട് രാവണനുമായി യുദ്ധം ചെയ്തു. ശക്തനായ ജടായുവിനോട് പൊരുതി നിൽക്കാൻ രാവണന് കഴിഞ്ഞില്ല. ഒടുവിൽ തന്റെ ചന്ദ്രഹാസം എന്ന അത്ഭുത വാളുകൊണ്ട് രാവണൻ ജടായുവിന്റെ ഒരു ചിറക് അരിഞ്ഞു. ചിറകത്ത് ജടായു താഴേക്ക് വന്നു വീണത് ഈ പാറമുകളിലായിരുന്നു എന്നാണ് ഐതിഹ്യം. So that's the myth behind this place. കഷ്ടപ്പെട്ട് ഇനിയുണ്ട് ഫോട്ടോ എടുത്തിട്ട് വരാം. സാരില്ല ചെറുതായിട്ടൊന്ന് ക്ഷമയുള്ളൂ. സോ ഹിസ്റ്ററിയൊക്കെ കേട്ടുല്ലോ. സോ അതിനുശേഷം വി കണ്ടിന്യൂഡ് ആ വാക്ക് അറൗണ്ട് ദ ജടായു പാറ. ദ പ്ലേസ് വാസ് ബ്യൂട്ടിഫുൾ. ഇറ്റ് വാസ് സീനിക്. ഒരു അടിപൊളി ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആയിരുന്നു ഏത് ഭാഗത്തും നോക്കിയാലും. ആൻഡ് it was quite windy as well, so if you're planning to go there, please do bring a shawl അല്ലെങ്കിൽ ഒരു jacket or something because it can get quite cold. And as you can see, I wore a saree. കുറച്ച് നാളായി ഒരു സാരി എടുത്ത് പുറത്ത് പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. സോ I took the occasion. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ് ആഫ്റ്റർ കമ്മിങ് ടു ഇന്ത്യ. I mean, yeah, me after coming to India. ജടായു പാറുവായി പോയി. So yes, I do look like a teacher in this attire. എന്തായാലും എല്ലാവരും പറയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ അത് മുൻകൂട്ടി കണ്ട് പറയുകയാണ്. I don't know, maybe it could be the color and the coordination of the blouse and saree. I have no idea why, but എന്തായാലും നെക്സ്റ്റ് ടൈം കുറച്ചും കൂടെ ഒരു ബെറ്റർ സാരി എടുക്കുന്നതായിരിക്കും. But I was very very comfortable in that saree, can't lie. ഈ കണ്ടത് ജടായു രാമക്ഷേത്രമാണ്. ആൻഡ് ഇത് രാമൻ്റെ കാൽപാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പോയിൻ്റാണ്. ആൻഡ് അഗൈൻ ദ വ്യൂ വാസ് പിക്ചറസ്ക് ആൻഡ് ഭയങ്കര വിൻഡിയായിരുന്നു ഈ പോയിന്റിൽ. നിങ്ങളെല്ലാം കണ്ടതായി ഒരാൾക്ക് തലവേദനയായി ഭയങ്കര ദാഹം. ബാത്റൂം പണ്ടിരിക്കാൻ വേണ്ടി വെള്ളം പോലും കുടിക്കുന്നില്ല. ഇറ്റ്സ് എ വൺ ടൈം വാച്ച് എന്നത് മൂവിയോ രസമുണ്ട്, നല്ല കാറ്റുണ്ട്. അങ്ങനെ കുറേ നേരം നടന്നതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ചൊരു കുട്ടി ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു അടിപൊളി ഫോട്ടോനുള്ള ഒരു ആംഗിൾ കണ്ടുപിടിച്ചു പേരപ്പൻ. അങ്ങനെ എൻ്റെയും പേരമ്മയുടെയും മാറി മാറി ഫോട്ടോസ് എടുക്കലാണ് ഈ നടക്കുന്നത്. സോ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് സെഷൻ തന്നെ അങ്ങോട്ട് നടത്തി. ആൻഡ് പറയാൻ മറന്നിട്ടില്ല, സാരി ഡ്രൈപ്പിംഗ് ക്രെഡിറ്റ് ഗോസ് ടു അനു ചേച്ചി. ആൾക്കാരനാണ് ഈ സാരി ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഒരു പിന്നിൽ നിന്നത്. കുഴപ്പമില്ല, അത് എൻ്റെ ഭയങ്കര ഫെയറിലായിട്ടാണ്. പിന്നെ ജഡായി പാറു കണ്ടു. ഞാൻ പാറു എന്നാണ് വിളിക്കുന്നത്. ജഡായി പാറു ധൈര്യശാലിയായ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഇറങ്ങി പോയി ഗൈസ്. താമസിച്ച പാലം ഇതാണ്. പാലോ? പാലല്ല, പാല.
ഏറ്റുമാനൂർ കഴിഞ്ഞ് 18 കിലോമീറ്റർ ആകുമ്പോൾ പാലാ. അതെ, എന്ത് കല്ലിങ്ങാട്ടി കല്ല് വേണ്ട. ഹൈ. സോ അങ്ങനെ ആ വീഡിയോ പൂർത്തിയാണ്. കൃത്യം സംസാരിക്കാൻ തുടങ്ങുന്നു. സോ അങ്ങനെ ആ വീഡിയോ പൂർത്തിയായിരിക്കുന്നു. സോ നമ്മുടെ സർപ്രൈസ് സീരീസ് ഇതോടെ തീരുകയാണ്. പിന്നെ സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ച ആൾക്കാരുടെ അടുത്തൊക്കെ പിന്നെ സർപ്രൈസ് ചെയ്യാൻ പറ്റാണ്ടായി. ഐ ഹാഡ് ടു ടെൽ എവരി വൺ ദാറ്റ് ഐ വാസ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് ബാക്കിയൊക്കെ പൊളിഞ്ഞു. ബട്ട് ഐ ആം ആക്ച്വലി പ്രൗഡ് ഓഫ് മൈ സെൽഫ് ബിക്കോസ് ഇറ്റ്സ് ബീൻ എ വൈൽ. ഞാൻ എൻ്റെ പ്ലാൻ ഇതുണ്ടായിരുന്നു ദാറ്റ് ഐ വോണ്ട് ടു കം ടു ഇന്ത്യ ആൻഡ് സർപ്രൈസ് എവരി വൺ. സോ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും സർപ്രൈസ് ചെയ്യാൻ പറ്റി. ബാക്കി എല്ലാവരെയും നെക്സ്റ്റ് ടൈം ചെയ്യാം. ബട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ സോ for surprises, that's it. But ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നു നമ്മുടെ ഇന്ത്യൻ വ്ളോഗ്സ് ജേർണി. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, ബട്ട് ഐ ആം ഷുവർ യു വിൽ ഡു ഓൾ ദീസ് തിങ്സ്. സോ അവിടെ ഭയങ്കര വെയിലായിരുന്നു, സോ ഇങ്ങോട്ടേക്ക് മാറി. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ഉണ്ടാണ്ടിരിക്കടാ. Tata bye bye, signing off from the Petite Traveler. Hi photographer. ആരാ ഓഫ് പോയി ഏൽപ്പിച്ചാണ്. ഡാൻസ് കൂടെ ഇവിടെ ചില്ലറ